ശരിക്കും എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞാൻ ഇത്രയും ചെറുപ്പം മുതലേ ഇവിടെ ജനിച്ച് വളർന്ന ഒരാളാണെങ്കിൽ പോലും എനിക്ക് പെട്ടെന്ന് എനിക്ക് ശരിക്കും എഫക്റ്റ് ചെയ്തത് എൻ്റെ ഭാര്യ രണ്ടാമത് പ്രഗ്നൻ്റ് ആയപ്പോൾ ഇവിടുത്തെ ഫ്ലയർ സ്റ്റാക്കിൽ നിന്നുള്ള ശബ്ദമലിനീകരണവും അതുപോലെ തന്നെ പുകയും പൊടിയും ഒക്കെ ശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ കഴിയാൻ. അതായത് ഗർഭിണിയായിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 8 മാസത്തോളം പ്രഗ്നൻ്റ് ആയിരുന്നു. 8 മാസമായിട്ട് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് ഈ പ്രശ്നം. 8-9 മാസം രൂക്ഷമായ സൗണ്ടും അതുപോലെ തന്നെ പുകയും എല്ലാം കാരണം ആൾക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത, ചെവിയിൽ പഞ്ഞി വെച്ചിട്ട് കിടന്നുറങ്ങുന്ന ഉണ്ടായിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 500 മീറ്റർ ചുറ്റളവിൽ നമ്മൾക്ക് ബഫർ സോണും ഗ്രീൻ ബെൽറ്റും നിർബന്ധമാണ്. അത് കൊച്ചിൻ റിഫൈനറിക്കില്ല. കൊച്ചിൻ റിഫൈനറി ആ കാര്യത്തിൽ പരാജയമാണ്. അങ്ങനെയാണ് ഇവർക്ക് ശരിക്കും പറയണമെങ്കിൽ ഹൈഡ്രജൻ ട്രൈബ്യൂണലിൽ പിഴയടക്കേണ്ടി വന്നത്. അപ്പോൾ അവർ കാണിക്കുന്ന സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ മതിലിനരിയിൽ കിടക്കുന്ന റബ്ബർ തോട്ടങ്ങളും നമ്മളുടെ പ്രൈവറ്റായിട്ടുള്ള ആളുകളുടെ സ്ഥലത്ത് നിൽക്കുന്ന നല്ല മനോഹരമായ മരങ്ങളൊക്കെ പുറത്തുനിന്ന് അവരുടെ ആളുകളുടെ പുറത്തുനിന്ന് വരുമ്പോൾ അവർ കാണിച്ചു കൊടുക്കുന്നത് ഇതാണ് ഗ്രീൻ ബെൽറ്റ് എന്ന് പറയുന്നത്. ഒരിക്കലുമല്ല. അവർക്ക് ഗ്രീൻ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ കൊച്ചിൻ റിഫൈനറി ഗ്രീൻ ബെൽറ്റ് ഇല്ല, ബഫർ സോണും ഇല്ല. 16-ാം വാർഡിൽ ഇപ്പോൾ മെയിനായിട്ട് 4 കമ്പനികളാണ്. അമ്പലം റിഫൈനറി, HOC, അതേപോലെ FACT. അതേപോലെ FACT എന്ന് പറഞ്ഞാൽ നമുക്ക് 16-ാം വാർഡ് കടന്നു പോയി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ 14 കൂടി വന്നിട്ടുണ്ട്. എവിടെ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഒരു വാർഡിനെ വട്ടവൂട് പുത്തൻകുച്ച് പഞ്ചായത്തിലെ ഒരു വാർഡ് 4 കഷ്ണമാണ്. 4 കഷ്ണം, ബാക്കി പോക്കറ്റുകളൊക്കെ കമ്പനിയാണ്. എവിടെയുണ്ടത്? അങ്ങനെ 4 കമ്പനിയാണ് ഇപ്പോൾ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇതിനോടനുബന്ധിച്ച് ഒത്തിരി പ്രദേശങ്ങൾ അടങ്ങിയതാട്ടോ ഈ കമ്പനി. ചാലിക്കര, അതുപോലെ തന്നെ ഏറ്റിക്കര, അതേപോലെ അടൂർ ഭാഗമൊക്കെ ഇതിനോടനുബന്ധിച്ച് എടുത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഈ കമ്പനിയുടെ പേരിൽ തന്നെയാണ്, റിഫൈനറിയുടെ പേരിലാണ് ഈ 4 പ്രദേശവും വന്നേക്കണം. കൊച്ചിൻ റിഫൈനറിയുടെ മതിലിന് അരികിൽ കിടക്കുന്ന ഏകദേശം 3 അംഗൻവാടികളുണ്ട്. ശിക്ഷാ വകുപ്പിൻ്റെ കീഴിലാണല്ലോ ഈ അംഗൻവാടികളെല്ലാം. എന്തുകൊണ്ട് ഈ അംഗൻവാടികൾക്ക് സാങ്ഷൻ കൊടുത്തത്? ഇവിടെ അടുത്തൊരു നമുക്ക് കുറച്ച് നാൾക്ക് മുമ്പ് ഇങ്ങനൊരു അംഗൻവാടിയിൽ കുട്ടികൾക്കും ടീച്ചറിനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞ് നമുക്ക് അറിയിപ്പ് കിട്ടി. ആ അറിയിപ്പിൻ്റെ ഫലമായിട്ട് നമ്മൾ പോലീസിനെ വിളിക്കുകയും അതുപോലെ കൊച്ചിൻ റിഫൈനറിയുടെ എൻവോൾവ്മെൻറ്റ് ഉദ്യോഗസ്ഥനെ വിളിക്കുകയും ഇവരെല്ലാം വന്നു. പക്ഷേ ഇവരൊക്കെ കൈയൊഴിയുകയാണ്. അതായത് കൊച്ചിൻ റിഫൈനറി എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. ഈ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. നമ്മൾ NBനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. NB ഇതുവരെ നമ്മൾ ഈ നാട്ടിലേക്ക് വന്നിട്ടില്ല. MP ഈ നാടിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. നമ്മൾ നേരിട്ട് വിളിക്കുമ്പോൾ ഫോൺ പോലും എടുക്കാത്ത ആളുകളാണ് ഇവരൊക്കെ. അപ്പോൾ ഈ വന്നവരെല്ലാം പറയുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം കേരളത്തിൽ സ്ഥിതി ചെയ്യാൻ നേരത്തെ എന്തുകൊണ്ടാണ് കേരള ഗവൺമെൻറ്റിന് ഇത് ചെയ്യാൻ പറ്റാത്തത്? കേരള ഗവൺമെൻറ്റാണ് ഈ സ്ഥലം അക്വയർ ചെയ്ത് കൊടുക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനത്തിന് കൊച്ചിൻ റിഫൈനറിക്ക് അക്വയർ ചെയ്ത് കൊടുക്കുന്ന അവരാണ്. അപ്പോൾ ഈ പൊല്യൂഷനെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും കേരള സർക്കാരിന് ബാധ്യതയുണ്ട്. നമ്മളെ അത് സംരക്ഷിക്കാൻ അവർ ഉത്തരവാദിത്തമുള്ളവരാണ് തന്നെയാണ്. ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയക്കാർ മുഴുവനും ഓരോ കാലഘട്ടത്തിൽ സമരം നടത്തുകയും ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടുപോയി ഗേറ്റിൽ ഫ്രണ്ട് സമരം നടത്തും. എന്നിട്ട് അവർ വിലപേശി അവർ കമ്പനിയായിട്ട് ടൈപ്പ് ആവും. ഈ പാവപ്പെട്ട ജനങ്ങൾക്കൊന്നും കിട്ടില്ല. അങ്ങനെ വന്നുകൂടി അയ്യങ്കുഴി ജനത ഒരു തീരുമാനം എടുത്തു. 2013 ഞങ്ങൾ ജനകീയ സമിതി രൂപീകരിച്ച് നിയമ പോരാട്ടത്തിന് പോയി. അങ്ങനെ നീണ്ട 14 വർഷക്കാലം ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം നടത്തിയതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് അനുകൂലമായ വിധി കോടതി പ്രഖ്യാപിച്ചു. അപ്പോൾ സർക്കാർ പറഞ്ഞ് ഞങ്ങൾ ഈ സ്ഥലം ഏറ്റെടുത്തോളാം, ഇവിടെ ഇലക്ട്രോണിക്സ് റീസൈക്ലിംഗ് പ്ലാന്റ് സ്ഥാപിക്കാം. അയ്യങ്കുഴി എന്ന പ്രദേശം ജനവാസ മേഖലയില്ല, തൊട്ടടുത്ത് കുടിവെള്ള സോഴ്സ് ഇല്ല, സർക്കാർ കോളേജില്ല, സ്കൂളില്ല, സർക്കാർ സ്ഥാപനങ്ങളൊന്നും തന്നെയില്ല, തികച്ചും ഒറ്റപ്പെട്ട പ്രദേശമാണ് അയ്യങ്കുഴി എന്ന് സർക്കാരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇലക്ട്രോണിക്സ് റീസൈക്ലിംഗ് പ്ലാന്റ് സ്ഥാപിച്ചോളാമെന്ന് തീരുമാനമെടുത്തു. കളക്ടർ കമ്മീഷനായി പോയി ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു. ചീഫ് സെക്രട്ടറി സ്ഥലത്തിലും ഒക്കെ പല ചർച്ചകളും നടത്തി. അവസാനം കോടതി ചെന്ന് നടപ്പാക്കും എന്നാണ് നിങ്ങൾ ഈ വിധി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് പറഞ്ഞ് 4 മാസം വേണം. ശരി, 4 മാസം കൊടുത്തു. 4 മാസം കഴിഞ്ഞപ്പോഴും വിധി ഇംപ്ലിമെൻ്റ് ചെയ്തില്ല. 4 മാസം കഴിഞ്ഞ് വീണ്ടും സർക്കാർ പറയുന്നു ഞങ്ങൾക്ക് 3 മാസം കൂടി വേണം. എന്തിന്? ഇവരൊന്ന് പരിശോധിക്കണം. എന്ത് പരിശോധിക്കണം? പൊല്യൂഷൻ ടെസ്റ്റ് പരിശോധിക്കണം. ഇവർക്കിവിടെ പൊല്യൂഷൻ ഉണ്ടോ എന്നറിയണം. ശരി, ആയിക്കോട്ടെ, പൊല്യൂഷൻ വെച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് ഞങ്ങളെ പറ്റിക്കാനാണ്. ഇവിടെ സ്ഥലമെടുപ്പൊക്കെ നടത്തിയപ്പം കമ്പനി സ്ഥലം എടുത്തപ്പോഴൊന്നും ഒരു പൊല്യൂഷൻ ടെസ്റ്റ് നടത്തിയിട്ടില്ല. പൊല്യൂഷൻ ടെസ്റ്റ് നടത്താതെ കളക്ടർ ഓർഡർ ഇട്ട് സ്ഥലം എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾക്ക് മാത്രം അങ്ങനെ പൊല്യൂഷൻ ടെസ്റ്റ് വരുന്നത് കേസ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഈ പ്രദേശത്തൊന്നും പൊല്യൂഷൻ ഇല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി. മറ്റാളുകളൊന്നും സമരത്തിന് രംഗോട്ട് പോകരുത്, നിയമ പോരാട്ടങ്ങൾക്ക് പോയി പരാജയപ്പെടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇവർ പൊല്യൂഷൻ ടെസ്റ്റ് നടത്തിയപ്പോൾ ആ ടെസ്റ്റിൽ അവർക്ക് ഞങ്ങൾ പറഞ്ഞു ടെസ്റ്റിൽ ഞങ്ങൾ വിശ്വാസമില്ല. അപ്പോൾ അത് കോടതി പറഞ്ഞത്രേ ഉള്ളൂ. 4 മതിൽക്കെട്ടിനുള്ളിൽ കിടക്കുന്ന ആളുകൾക്ക് പൊല്യൂഷൻ ഇല്ലെന്ന് നിങ്ങൾ എന്താ പറയണേ?
ഒരു കാര്യം ചെയ്യൂ, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ പ്രദേശത്ത് നിന്ന് താമസിക്കുക. ആ പ്രദേശം മനോഹരമാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് അത് റെസിഡൻഷ്യൽ മേഖലയാണ്, ഇൻഡസ്ട്രിയൽ മേഖലയല്ല എന്ന് അവർ കോടതിയിൽ വാദം ഉന്നയിച്ചു. അപ്പോൾ കോടതി ചോദിച്ചാൽ ആ സർവേ നമ്പർ കയറാൻ പറഞ്ഞു. സർവേ നമ്പർ പ്രകാരം വില്ലേജിൽ സർവേ നമ്പർ എടുത്തപ്പോൾ 161 സർവേ നമ്പർ മുഴുവനും റിഫൈനറിയുടെ HOCയുടെ ഭാഗമാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ സർവേ നമ്പർ 161. അപ്പോൾ സ്വാഭാവികമായിട്ട് അതെന്തായിരിക്കും? റെസിഡൻഷ്യൽ മേഖലയല്ല, ഇൻഡസ്ട്രിയൽ മേഖലയാണ്, പിന്നെ റെഡ് കാറ്റഗറി പറ്റിയ ഏരിയയാണ് എന്ന് സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ കോടതിക്ക് മനസ്സിലായി തട്ടിപ്പാന്ന് പറഞ്ഞു. ഒരു കാര്യം, അവിടെ ഒരു ടെസ്റ്റും വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾ ആളുകളെ അവിടെ നിന്ന് മാറ്റാൻ സംവിധാനം ഉണ്ടാക്കി, ആളുകളെ അവിടെ നിന്ന് കൊല്ലാൻ പാടില്ല എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് പറയുന്നത്. ഇത് പറയാനുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത് ഹോസ്പിറ്റലുകളില്ല. പോകണമെങ്കിൽ തൃപ്പൂണിത്തുറ പോകണം, അല്ലെങ്കിൽ തൊട്ടടുത്ത് ഹോസ്പിറ്റലുകളില്ല. അത് തന്നെ ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. അത് നമ്മൾ പൊല്യൂഷൻ ബേസ് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ സംബന്ധമായി നമുക്കൊരു അസുഖമോ കാര്യങ്ങളോ ഏതെങ്കിലും പെട്ടെന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലില്ല. അപ്പോൾ ഈ കൊച്ചിൻ റിഫൈനറിയുടെ ഈ ആമസ് എന്ന് പറയുന്ന ഡിസ്പെൻസറിയാണ് നമുക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്നത്. അവിടെ ശരിക്കും പറയണമെങ്കിൽ കൃത്യമായ, ഞാൻ പറഞ്ഞില്ലേ, മണിക്കൂർ ഈ 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട ആ പ്രവർത്തനം നടക്കുന്നില്ല അവിടെ. അപ്പോൾ ഏതൊരു ബുദ്ധിമുട്ട് സാഹചര്യം നമുക്കൊന്ന് ഓടണമെന്ന് വെച്ചാലും പല 84-ലൊക്കെ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായതാണ്. ആളുകൾ കൈക്കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് മൃഗങ്ങളെയൊക്കെ കെട്ടഴിച്ച് വിട്ടുകൊണ്ടാണ് ഓടിയത്. ആ ഒരു സാഹചര്യം കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നുകൂടെ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തണം. ഈ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തണമെന്ന് പറഞ്ഞു. ശരിയായിക്കോ, മെഡിക്കൽ ടെസ്റ്റ് നടത്തി. അങ്ങനെ ഇവിടെ DMOയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ അയ്യങ്കുഴി പ്രദേശത്ത് വെച്ചിട്ട് എല്ലാവർക്കും മെഡിക്കൽ ടെസ്റ്റ് നടത്തി, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തി. ഇപ്പോൾ ടെസ്റ്റ് നടത്തിയപ്പോൾ അതിൽ 89 പേര് പങ്കെടുത്തതിൽ 49 പേരും ശ്വാസകോശ രോഗികളും മിക്കവരും ക്യാൻസർ രോഗികളും, 2 പേരൊക്കെ മരിച്ചുപോയി. അപ്പോൾ ഇവരെ എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് കൊണ്ട് മാറ്റണം. എൻവയോൺമെൻറ്റൽ പ്രോബ്ലമാണ്, പൊല്യൂഷനാണെന്ന് റിപ്പോർട്ട് വന്നു. ഈ റിപ്പോർട്ട് കോടതി കൊടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇതേ സെയിം വാർഡ്, വേറെ വാർഡ്, ഇവിടെ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള 7-ാം വാർഡിൽ ചെന്നിട്ട് അവിടെ വേറെ ടെസ്റ്റ് നടത്തി. അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് അതില്ല, കാരണം 6-7 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ ആ റിപ്പോർട്ട് അവർ കോടതി കൊടുത്തിട്ട് ഞങ്ങളുടെ റിപ്പോർട്ട് മുക്കി തിരുത്തി എഴുതി. അങ്ങനെ കോടതിയിൽ ഈ മെഡിക്കൽ റിപ്പോർട്ട് അട്ടിമറിച്ചു. ഞങ്ങൾ അതിന് പരാതി കൊടുത്തപ്പോൾ വീണ്ടും പ്രശ്നമായി ഒന്നുകൂടെ ചെയ്യാൻ പറഞ്ഞു. പിന്നെ കോടതി വന്നപ്പോൾ ടെസ്റ്റൊന്നും വേണ്ട, എത്രയും വേഗം ഈ കാര്യം തീരുമാനം എടുക്കാൻ പറഞ്ഞു. അവർ വീണ്ടും ഇവിടുന്ന് ഈ കഴിഞ്ഞ പ്രാവശ്യമാണ് വന്നപ്പോൾ ഒരു 3 ദിവസം തുടർച്ചയായിട്ട് മെഷീൻ വെച്ചു. പക്ഷേ മെഷീൻ വെച്ചപ്പോൾ അവരെന്ത് ചെയ്തു, റിഫൈനറി വിളിച്ചു പറഞ്ഞപ്പോൾ പ്ലാന്റ് ഓഫ് ചെയ്തു. ഇവിടെ കത്തുന്ന ഈ ഫയർ സ്റ്റാക്ക് വരെ ഓഫ് ചെയ്യിച്ചു. അപ്പോൾ പൊല്യൂഷൻ കിട്ടില്ല മെഷീനിൽ, അതിൻ്റെ എന്താ പറയുക, ആ എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്തു. അതിന് മുമ്പ് നടത്തിയപ്പോൾ അവർ കമ്പനി ഷട്ട് ഡൗൺ ആയിരുന്നു, എന്ന് വെച്ചാൽ പ്രവർത്തിക്കുന്നില്ല. 45 ദിവസം എമർജൻസി ഷട്ട് ഡൗൺ. ആ സമയത്ത് കൊണ്ടുവരും. ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഇവിടെ പൊല്യൂഷൻ ഇല്ലാന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഷട്ട് ഡൗൺ വരുമ്പോഴും ഇതുപോലെ തന്നെ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു പ്ലാന്റ് ക്ലീൻ ചെയ്യുന്ന സമയമൊക്കെ ആണല്ലോ, ആ സമയത്ത് ഭയങ്കര രൂക്ഷമായ സ്മെല്ല് വരാറുണ്ട്. ഒരു സാധനം വേസ്റ്റ് കത്തിച്ച് കളയുന്ന സമയമൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ നല്ല സ്മെല്ല്, അതായത് അത്രമാത്രം അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്മെല്ലൊക്കെ വരാറുണ്ട്. ഈ പ്രദേശത്ത് ഇപ്പോൾ ക്യാമറ ഉണ്ട്, പോകുന്ന വഴിക്ക് മുഴുവൻ ക്യാമറയാണ്. ഞങ്ങളുടെ സ്ത്രീകൾക്ക് ഇവിടെ സ്വകാര്യത എന്ന് പറയുന്നില്ല. ഞങ്ങളുടെ ഓരോ ദൃശ്യങ്ങളും ഒപ്പിയെടുക്കാൻ പറ്റിയ കമ്പനിയുടെ മെയിൻ കൺട്രോൾ റൂമിൽ ഇരുന്ന് ഇത് എല്ലാം കാണാം. ഞങ്ങളുടെ സ്വകാര്യത വരെ എടുക്കുകയാണ്. നമ്മളെ ഒരു തോട് നമുക്ക് പ്രദേശത്തൂടെ കടന്നു പോകുന്നുണ്ട്, അതുപോലെ ഏറ്റിക്കരയിൽ നിന്നാണ് കടന്നു പോകണേ. അത് കമ്പനിയുടെ അകത്തുനിന്ന് വന്നിട്ടാണ് പുറത്തേക്ക് കടന്ന് നമ്മുടെ മെയിൻ റോഡിൻ്റെ പുറത്തേക്കൂടെ വന്നിട്ട് നേരെ PDPP കമ്പനിയുടെ അകത്തേക്ക് കൂടെയാണ് തോട് കടന്നു പോകുന്നത്. ആ തോട്ടിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീൻ ചത്തു പോകുന്നുണ്ട്. അപ്പോൾ അത് കെമിക്കൽ, കമ്പനിയുടെ അകത്തുനിന്ന് തന്നെ കെമിക്കലും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ശേഷമാണല്ലോ അത് ചത്തു പോകുന്നത്. പക്ഷേ അതും കമ്പനീനെ കമ്പനീനെ വിളിച്ചുകൊണ്ട് ആളുകളെ, അധികാരികളെ വിളിച്ചുകൊണ്ട് ഞാൻ കാണിക്കാറുണ്ട്. അവർ ആ വെള്ളം എടുത്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പോവും, അതല്ലെങ്കിൽ വന്ന് നോക്കിയിട്ട് അങ്ങ് പോവും. പക്ഷേ വീണ്ടും ഇതുപോലെ തന്നെ വീണ്ടും മീൻ ചത്തുപോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്. കൃഷിക്കൊക്കെ യോഗ്യമായ പാടങ്ങളൊക്കെ ആയിരുന്നു, അതൊക്കെ നിലവിൽ നിലച്ചുപോയി. ഇപ്പം ഒരു കെമിക്കലാണ്, ഈ പാടശേഖരം മുഴുവൻ കെമിക്കലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടൂർക്കര ഭാഗത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ വിളി വന്നാൽ അവർ നമ്മളെ വിളിച്ചെനിപ്പിക്കുക, സ്വാഭാവികമായിട്ട് നമ്മളെ വിളിച്ചെനിപ്പിക്കുക. ഞാൻ അപ്പം തന്നെ ഇതുങ്ങൾ ഉറങ്ങുമായിരിക്കും, ചേട്ടനൊക്കെ ഉറങ്ങുവാണെങ്കിലും ഞാനപ്പം നേരെ റോട്ടിൽ നിന്ന് താഴത്തേക്ക് റോട്ടിൽ ഇറങ്ങി നിന്നുകൊണ്ടാണ് വിളിക്കുന്നത്. വിളിച്ച് കഴിയുമ്പോൾ സെക്യൂരിറ്റീസ് എന്നെ വിളിക്കും, CSOൻ്റെ അടുത്തേക്ക് വിളിക്കുമ്പോൾ അവർ വിളിക്കും. ചിലപ്പോൾ ഞാൻ ചെല്ലേണ്ടി വരും, ചിലപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ എന്നോടുള്ള ദേഷ്യം ഉണ്ടാവും. ചിലപ്പോൾ അവരവിടെ നിർത്തും എന്നെ, അവിടെ നിൽക്ക് പോകാൻ വരട്ടെ എന്ന് പറഞ്ഞ് നടന്ന് നിർത്തിയ ദിവസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ നിന്നിട്ടുമുണ്ട്. പക്ഷേ അതുകൂടാതെ ഇവരെ വിളിച്ചു വരുത്തുമ്പോൾ അവരെന്ത് പറയും, കമ്പനി പറയണത് എന്താ പറയുക, അയ്യോ അങ്ങോട്ട് വന്നാൽ വലിയ പ്രശ്നമാണ്, കാരണം മെമ്പറെ തടഞ്ഞു വെച്ചേക്കാണല്ലോ. അപ്പോൾ ഇനി അവർക്കും അതുപോലെയുള്ള ബുദ്ധിമുട്ട് വരുന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് അവർ പരമാവധി വരാതെ നോക്കും. പക്ഷേ അവർ ആരെ വിടും, CSOയുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും ഒരു സെക്യൂരിറ്റിനെയും അവിടെ പറഞ്ഞു വിടും. അവരൊന്നും നോക്കി കറങ്ങിയിട്ട് പോകും, അത്ര മണോ ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവരവിടെ ധരിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കാണ് ഉണ്ടാകുന്നത്. നിരന്തരം വിളി ഉണ്ടാവാറുണ്ട് സ്മെല്ലിനെ സംബന്ധിച്ച്. 1 വയസ്സ് മുതൽ ഇപ്പോൾ അതിന് മുകളിലേക്കുള്ള ചെറിയ പിള്ളേർ 5-6 അതിൻ്റെ ഇടയിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ
ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അവരെ ഇടയ്ക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുക, 5-6 ദിവസമൊക്കെ അഡ്മിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരിക. വീണ്ടും പലരും ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാറി താമസിക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി താമസിക്കുന്ന ആളുകൾ വരെയുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഈ വീട്ടിലാണ് ഉടമസ്ഥൻ ക്യാൻസറായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ. അതുപോലെ ഇവർ താമസം മാറിപ്പോയി, ഇവർ മാറിപ്പോയി. ഇപ്പോൾ കുറച്ച് പേര് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ് വീടുകളൊക്കെ. ഇപ്പോൾ ഈ തൊട്ട് പ്രദേശം കണ്ടല്ലോ, അത് തൊട്ടടുത്ത വീട് ഒഴിഞ്ഞു പോയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സന്ധ്യയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വരുന്നെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയാവും. കാരണം ഈ വീടുകളിലൊന്നും ആളുമില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇതിപ്പോൾ ഈ 1, 2, 3 ഈ പുറകിൽ കാണുന്ന 3, 4, 5 വീട് എല്ലാം ആളൊഴിഞ്ഞെടുക്കുകയാണ്. തൊട്ടടുത്ത് കണ്ടല്ലോ ഇത്രയും വീടുകളാണ് അവർക്ക് ഇവിടെ സഹിക്കാൻ പറ്റാതെ, അതായത് ശ്വാസം മുട്ട് മൂലം ബുദ്ധിമുട്ടായിട്ടാണ് അവർ ഇവിടുന്ന് പോയേക്കണത്. ഇവരുടെ കാരണന്മാരായിട്ട് 3-4-5 ഫാമിലി ഉണ്ട്. അവരെല്ലാവരും ഇവിടുന്ന് സ്ഥലം മാറിപ്പോയേക്കുവാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കമ്പനിയുടെ പാർക്കിങ്ങിന് വേണ്ടി ഇത് ഈ സ്ഥലം വരെ എടുത്തേക്കണത് കമ്പനി ഉണ്ടാ. ഇത്രയും ഭാഗം കമ്പനിയുടെ പാർക്കിങ്ങിന് ഏറ്റെടുത്തേക്കണം. പക്ഷേ അതിനോടനുബന്ധിച്ച് അന്ന് ഇതും കൂടെ എടുത്തു പോയി കമ്പനിക്ക് പാർക്കിങ്ങിന് സൗകര്യം ഉണ്ടായേനെ. ഇതിപ്പോൾ നോക്ക്, നമ്മളിത് ഈ കമ്പനി കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഏറ്റവും അപകടകരമായ കമ്പനിയാണ് ഈ PDPP കമ്പനി. അതിൽ നിന്ന് ഇടയ്ക്ക് വരുന്ന ദുർഗന്ധങ്ങൾ ഇവിടുത്തെ ആളുകൾക്ക് ശ്വസിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും തൊട്ടടുത്ത് വന്നു വീടുകൾ. അതുകൊണ്ടാണ് ഈ വീടുകൾ ഇട്ടിട്ട് ആളുകൾ പോകാൻ കാരണമായത്. 2013 സ്ഥലം എടുത്ത സമയത്ത് നമ്മുടെ ഈ ഭാഗം ഒറ്റപ്പെട്ടു പോകാൻ കാരണം ഇവിടുത്തെ തൊട്ടടുത്ത ഈ വീട് ബന്ധപ്പെട്ട് ഇവർ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കമ്പനിയും ഈ വീടും തമ്മിൽ ഇത്രയും തൊട്ടടുത്ത് വരേണ്ട ഒരവസ്ഥയിൽ വന്നത്. കാരണം അന്ന് ഇവർക്ക് ഈ വീട് ഇട്ടുകൊടുക്കാനുള്ള താല്പര്യം ഉണ്ടായില്ല. വില കൊണ്ട് അവർക്ക് താല്പര്യമില്ലാത്ത ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനം എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇവരിപ്പോൾ കിടക്കണത്. കണ്ടു നോക്കിയാൽ അറിയാം നമുക്ക്, ഇത്രയും തൊട്ടടുത്താണ് ഈ വീട്. കമ്പനിയുടെ ദൂരം എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് ആർക്ക് കണ്ടാലും മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പൊല്യൂഷൻ്റെ ഉള്ളിലാണ് നമ്മൾ കിടക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് ഒരു 100 ഇയേഴ്സ് കഴിഞ്ഞ വീടാണ്. അപ്പം ഈ 100 ഇയേഴ്സ് കഴിഞ്ഞ വീട് എന്തായാലും റിനോവേഷൻ ആവശ്യമാണ്. അപ്പം ഞങ്ങളിങ്ങനെ കമ്പനി അക്വയർ ചെയ്യും എന്ന് വിചാരിച്ച് കുറേ നാളുകൾ റിനോവേറ്റ് ചെയ്യാതെയിരുന്നു. പക്ഷെ അതൊരു റിനോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വളരെ ചുരുക്കിയാലും എങ്ങനെയാണ് 20 lakhs എബവ് വരും എങ്ങനെ നോക്കിയാലും. അപ്പം ഞങ്ങൾ ഇപ്പം അങ്ങനെ റിനോവേറ്റ് ചെയ്ത് ഉപയോഗിക്കുക. പക്ഷേ ഇനിയും ഒരു അക്വസിഷൻ വരുമ്പോൾ അവർ നമ്മളാ റിനോവേറ്റ് ചെയ്ത എമൗണ്ട് സഹിതം കാൽക്കുലേറ്റ് ചെയ്ത് എടുത്താലാണ് നമുക്ക് പറ്റുള്ളൂ. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വരുമാനമാണ്. അതൊക്കെ നിലയ്ക്കുമാണ്. അപ്പോൾ ഇതും കൊണ്ട് കഴിയുന്ന ഞങ്ങളെ വീടും കൊണ്ട് കഴിയുന്ന ഒത്തിരി ജോലിക്കാരുമുണ്ട്, ഒത്തിരി ലേബേഴ്സ് അതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു മാറ്റി പറിച്ച് നടുമ്പോൾ അതിൻ്റെ നമുക്ക് നമ്മുടെ ലാൻഡിൽ നിന്ന് നമ്മൾ ഇത്രയും മുടക്കിയത് നമുക്ക് കിട്ടണം. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ആളുകൾ തമ്മിൽ ചർച്ചാ വിഷയമുള്ളത്, ഇപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും പ്രോപ്പർട്ടി ഉണ്ട്, ഞങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ് അത് കമ്പനി അക്വയർ ചെയ്യാത്തതെന്നാണ്. പക്ഷേ അതങ്ങനെയല്ല, ഞങ്ങൾ പ്രോപ്പർട്ടി കൊടുത്തില്ലെങ്കിലും കമ്പനിക്ക് അക്വയർ ചെയ്യാം. പക്ഷേ ന്യായമായ വില നമുക്ക് തരണം എന്ന് മാത്രമാണ് പറയുന്നുള്ളൂ. ഇതിനകത്ത് ശരിക്കും ഈ രാഷ്ട്രീയ കളി ഉണ്ട്. അതുകൊണ്ടാണ് ഇത്. അല്ലെങ്കിൽ കമ്പനിക്ക് ഇത് ലാൻഡ് അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷൻ വരണമെങ്കിൽ അവർ നിർബന്ധിതമായിട്ട് അക്വയർ ചെയ്തിരിക്കും.
ഒരു സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെയുണ്ട് അല്ലേ? സൂര്യനല്ല, കൊച്ചിൻ റിഫൈനറിയുടെ തീപ്പന്തമാണ് ആ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയേറെ സൗണ്ടാണ് നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ പറ്റുന്നത്. ഇത് തന്നെയാണ് ഈ പ്രദേശത്തെ അവസ്ഥ. ഒരു മിനിറ്റ്, നിങ്ങൾ ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടു നോക്കൂ. പിന്നെ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശക്തമായ രീതിയിൽ എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള സാമൂഹിക പ്രവർത്തകർ, അതുപോലെ ഉദ്യോഗസ്ഥന്മാർ, ഇവരെല്ലാം അധികാരി വർഗ്ഗങ്ങൾ, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അധികാരി വർഗ്ഗങ്ങൾ, ഇവരെല്ലാം കൃത്യമായി ജോലി ചെയ്താൽ തീരാവുന്ന പ്രശ്നമാണ് ഇവിടെയുള്ളൂ. കമ്പനിക്ക് ഇപ്പോൾ പുതിയ പ്രൊജക്റ്റ് വരുന്നില്ല എന്നാണല്ലോ കമ്പനി പറയുന്നത്. സ്ഥലം കമ്പനിക്ക് വേണ്ട എന്നൊക്കെയാണ് കമ്പനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ആവശ്യമാണിത്. നമുക്കിനിയും മറ്റു കുഞ്ഞുങ്ങളെ ഇനി വരുന്ന തലമുറയ്ക്കും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ആ സാഹചര്യത്തിൽ നമുക്ക് ഇവിടുന്ന് മാറേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ കമ്പനി നമ്മുടെ സ്ഥലം ഏറ്റെടുക്കാൻ നമ്മൾ ആവശ്യപ്പെടുമെന്നല്ലാതെ കമ്പനി എത്രമാത്രം അതിനകത്ത് എഫക്റ്റ് എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ഏരിയയിൽ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായാൽ ഈ രണ്ട് സൈഡിലും ബ്ലാസ്റ്റ്, രണ്ട് എയർ പ്രൊഡക്റ്റ്, ACTP, അതുപോലെ തന്നെ HOC കമ്പനി, ഇതിൻ്റെയൊക്കെ ടാങ്കുകൾ, LPG കൂറ്റൻ ടാങ്ക്, വലിയ ബോൾ ടാങ്കുകളൊക്കെ മുകളിലിരിക്കുക. ഒന്ന് പൊട്ടിത്തെറിച്ചാൽ ഇവിടെ നിന്ന് എയർ ലിഫ്റ്റ് ചെയ്ത് ഞങ്ങൾ രക്ഷപ്പെടാൻ പറ്റില്ല. സേഫ്റ്റി കൗൺസിൽ, നാഷണൽ സേഫ്റ്റി കൗൺസിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്ന് എയർ ലിഫ്റ്റ് ചെയ്ത് ഓരോ ആളുകളെ എമർജൻസി ആയിട്ട് മാറ്റാൻ കഴിയാത്തൊരു സാഹചര്യം. ഞങ്ങൾ ബോംബിൻ്റെ പുറത്താണ് ജീവിക്കുന്നത്. അമ്പലംകുളം നിവാസികളും അയ്യങ്കുഴി ഏറ്റിക്കൽ നിവാസം ബോംബിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. നിങ്ങളൊക്കെ ഒരു ഇനി കേൾക്കാൻ പറ്റും ഞങ്ങളുടെയൊക്കെ മരണത്തെക്കുറിച്ച്, ഇവിടുത്തെ ട്രാജഡിയെക്കുറിച്ച്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. We have speed up the development of oil and gas infrastructure in the country. India is the second biggest refinery in Asia, and Kochi now has the country's biggest refinery.